ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കുക. ആ കുഞ്ഞ് കുട്ടിമണിയുടേതാണെന്ന് ബാലേട്ടന് ഉറപ്പുണ്ടെങ്കിൽ അതിന് കൊടുക്കുക തന്നെ വേണം. കുഞ്ഞിനെ തിരികെ കുട്ടിമണിക്ക് കൊടുക്കണമെന്ന അഭിപ്രായവുമായി രവി ജലജിയുടെ പണവുമായി രക്ഷപ്പെടുന്ന ചന്ദ്രു മനസ്സിന്റെയും പിച്ചളയുടെയും കയ്യിലാക്കപ്പെടുന്നു. കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാനൊരുങ്ങുന്ന സീതയെ കുട്ടിമണിയും മനസ്സിനും തടയുന്നു. സീതയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ ബാലൻ തളരുന്നു. സീതയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കാവടിയും മയിലും വൈരൂരം വീട്ടിലെത്തുന്നു. തുടർന്ന് കാണുക. ഇത് കുട്ടിമണിയുടെ കുഞ്ഞല്ലേ? ഇതിനെ ആ കൊച്ചിന് കൊടുക്കാതെ നിന്റേതാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ദൈവദോഷല്ലേ? അത് ദൈവം പൊറുക്കുവോ? ദൈവം പൊറുക്കണ്ട. ഇത് കുട്ടിമണിയുടെ കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങള് എന്നോടൊന്ന് പറയട്ടെ ഇതെന്റെ കുഞ്ഞല്ലാന്ന്. മോളെ, മോളുടെ മനസ്സിലെ വിഷമം അപ്പച്ചിയപ്പന് മനസ്സിലാവും. ദൈവങ്ങൾക്ക് നമ്മളോട് നേരിട്ടൊന്നും വന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സർവശക്തനായ ദൈവത്തിനുള്ള ഒരു കഴിവുകേടാതാണ്. മനുഷ്യനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ദൈവങ്ങളെ ലോകത്തിലെ ഏറ്റവും വലുതായി കാണുന്ന മനുഷ്യന്റെ പോരായ്മ എന്താ? മനുഷ്യന് ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ പാലിൽ അലിഞ്ഞു ചേർന്ന പഞ്ചസാര പോലെ ദൈവം എല്ലായിടത്തും ഉണ്ട്. നമുക്ക് അനുഭവിച്ചറിയാം, ദൈവത്തെ രുചിച്ചറിയാം. അങ്ങനെ നമ്മൾ ദൈവത്തെ അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ. ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് നമുക്ക് ചുറ്റുമുള്ളവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതും ദൈവമാണെന്ന് നീ കണക്ക് കൂട്ടിയാൽ മതി. ഓഹോ, ദൈവം അങ്ങനെ പക്ഷം പിടിച്ച് സംസാരിക്കുവോ? ഇപ്പൊ വന്നത് കുട്ടിമണിക്ക് വേണ്ടി സംസാരിക്കാനല്ലേ, അല്ലാതെ നിഷ്പക്ഷമായിട്ട് സംസാരിക്കാൻ വേണ്ടിയല്ലല്ലോ. നിഷ്പക്ഷമായിട്ട് തന്നെയാ മോളെ പറയുന്നത്. ആശുപത്രിയിൽ അന്ന് നടന്ന കാര്യങ്ങൾ അതിൽ പങ്കാളികളായ എല്ലാവരും ഏറ്റുപറഞ്ഞു. ബാലൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു ഇത് കുട്ടിമണിയുടെ കുഞ്ഞാണെന്ന്. എന്നിട്ടും മോളിങ്ങനെ കടുംപിടുത്തം തുടർന്നാൽ ഈ കുടുംബത്തിലൊരു വലിയ പ്രശ്നമാവില്ലേ? കുടുംബം രണ്ടായിട്ട് പിളർന്നു പോകത്തില്ലേ? കുടുംബം രണ്ടായിട്ട് പിളർന്നാലും ആരുടെയെങ്കിലും മനസ്സ് നാലായിട്ട് പിളർന്നാലും എനിക്കൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രസവിച്ച കുഞ്ഞായത്, ഞാൻ മുലപ്പാൽ കൊടുത്ത് വളർത്തുന്ന കുഞ്ഞായത്. ഇവിടെ ഒരു ദിവസം വന്നിട്ട് 4 തട്ടിപ്പുകാർ പറയുന്ന കഥ വിശ്വസിച്ചിട്ട് എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞ, കുഞ്ഞിനെ വിട്ടുകൊടുക്കെന്ന് പറഞ്ഞ, അങ്ങനെ തരാനും വിട്ടുകൊടുക്കാനും ഒന്നും എനിക്ക് പറ്റത്തില്ല. അതെന്തൊരു വർത്തമാനാ മോളെ? നീ പറയുന്നത് പോലെ തന്നെ കുട്ടിമണിയെ സംസാരിച്ച് തുടങ്ങിയാലോ? അവൾക്കും ഇല്ലേ അവളുടെ കുഞ്ഞിന്റെ മേലിൽ അവകാശമൊക്കെ? ആർക്കാരുടെ മേൽ അവകാശം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്നു മാത്രം എനിക്കറിയാം, ഈ ഭൂമിയിൽ ഈ കുഞ്ഞിന് മേൽ അവകാശമുള്ളത് ഒരാൾക്ക് മാത്രമാ. അതെനിക്കാ, എനിക്ക് മാത്രം, ഈ സീതയ്ക്ക്. മോളെ, ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാ ഈ അപ്പച്ചിയപ്പം വന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അപ്പച്ചപ്പന്? ഇതല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ല. ഒരു പെറ്റ തള്ളയുടെ വിഷമം നിനക്ക് എന്താ മനസ്സിലാവാത്തത്? നീ പ്രസവിച്ചതല്ലേ, അപ്പൊ നിനക്ക് മനസ്സിലാവില്ലേ? ആ പറഞ്ഞ വാചകം എനിക്കിഷ്ടപ്പെട്ടു. പ്രസവിച്ചവർക്കേ പ്രസവിച്ചവരുടെ വേദന മനസ്സിലാവുള്ളൂ. മുലപ്പാലൂട്ടി വളർത്തിയവർക്കേ കുഞ്ഞുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ ആഴം അറിയാനാകൂ. ഇതൊന്നും അറിയാത്തവർക്ക് ന്യായം പറഞ്ഞ് ഏത് പക്ഷത്ത് വേണമെങ്കിലും നിൽക്കാം. അപ്പച്ചപ്പന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കുഞ്ഞിനെ വളർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. നീ പറഞ്ഞത് നേരാമോ? എന്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ല, ഞങ്ങളൊരു കുഞ്ഞിനെ വളർത്തിയിട്ടുമില്ല. എന്നാലും എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് കാണാനൊക്കെ കഴിവുണ്ട്. ദയവ് ചെയ്ത് ഈ കാര്യം സംസാരിക്കാനായിട്ട് ഇവിടെ നിൽക്കരുത്. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിയിട്ടോണ്ടിരിക്കുക. ഇവിടുത്തെ അച്ഛൻ വീണ് മരിച്ച കിണറായി മുറ്റത്തുള്ളത്. കുഞ്ഞിനെ കൊണ്ട് ഞാൻ അങ്ങടുത്ത് ചാടും. എല്ലാവർക്കും ഞാൻ തരാൻ പോകുന്ന മറുപടി അതായിരിക്കും. ഞാൻ പോവാം. മോളെ, പ്രസവിക്കാൻ പറ്റാത്തതും കുഞ്ഞിനെ വളർത്താൻ പറ്റാത്തതൊന്നും ആരുടെയും പോരായ്മയും കുറവൊന്നുമല്ല. അങ്ങനെ ഒരു പോരായ്മയുടെ പേരിൽ ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടുമില്ല. ഈ വയസ്സാം കാലത്ത് അവൾ തന്നെയാ എനിക്ക് കൂട്ടം. മക്കളില്ലാത്തവർക്ക്
പരസ്പരം മക്കളാവാം. ഈ കുഞ്ഞിനെ എനിക്കൊന്ന് താ, ഞാനൊരു ഉമ്മ കൊടുത്തിട്ട് പോവാം. കുഞ്ഞെന്റെ കൈയിരുന്നോട്ടെ. അപ്പച്ചപ്പന് ഉമ്മ കൊടുക്കണേ കൊടുത്തോ. ഉപദേശി വന്നിരിക്കുന്നു, ഉപദേശി. ഓരോരോ രീതി വേഷം മാറി വരിക എന്റെ കുഞ്ഞെ തട്ടിയെടുക്കാൻ. ആര് വന്നാലും കൊടുക്കത്തില്ല മുത്തി നിന്ന്, ആര് വന്നാലും വിട്ടുകൊടുക്കത്തില്ല. എന്താ സംഭവിക്കുന്നതെന്ന് ഞാനൊന്നറിയട്ടെ. സീതക്ക, ആഹാ, കുഞ്ഞാവ ഉറങ്ങുകയാണോ? താ, ഞാനിന്ന് എടുക്കട്ടെ. വേണ്ട, ഇപ്പൊ ഉറങ്ങിയേ ഉള്ളൂ. കൈമാറിയ ഉണരും, ഉണർന്ന കരയും. ഞാൻ എടുത്താലൊന്നും കരയത്തില്ലക്ക, ഞാൻ എടുത്തിട്ടുള്ളതല്ലേ. എന്നാലും വേണ്ട, ഇപ്പോ പണ്ടത്തെ പോലെ അല്ല കുഞ്ഞ്. എന്നക്കായത് 2-3 ദിവസം കൊണ്ട് കുഞ്ഞങ്ങ് മാറിപ്പോയോ? കുഞ്ഞ് മാറി പോകാതിരിക്കാൻ വേണ്ടിയാ. അക്ക, അക്കയുടെ മനസ്സെനക്ക് നല്ലാ തെരിയും. അക്കയുടെ മനസ്സിലെ ആദിയും വേദനയും എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്നും എല്ലാവരെയും ഉപദേശിച്ചിട്ടുള്ള, എല്ലാം ക്ഷമിച്ചിട്ടുള്ള, എല്ലാം സഹിച്ചിട്ടുള്ള, എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള സീതക്കാക്ക് മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാവൂ. മനസ്സിലായില്ല? അക്ക, വെട്ടിപ്പിടിക്കുന്നതിലല്ലക്ക യഥാർത്ഥ വിജയം, വിട്ടുകൊടുക്കുന്നതിലാണ്. വിട്ടുകൊടുക്കുന്നവനാണ് യഥാർത്ഥ വിജയി. എന്നുവെച്ചാ എന്റെ കുഞ്ഞിനെ ഞാൻ അങ്ങ് വിട്ടുകൊടുക്കണമെന്ന്, എന്നിട്ട് ഇവിടെയുള്ളവരെ എല്ലാം സന്തോഷിപ്പിക്കണമെന്ന്, അങ്ങനെ സീത വലിയ മഹതിയാണെന്ന് നിങ്ങളെയൊക്കെ കൊണ്ട് പറയിപ്പിക്കണമെന്നോ? ദേ, എനിക്കത്തരം വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും ഒന്നും വേണ്ട മൈലമ്മേ. എനിക്കെന്റെ കുഞ്ഞിനെ മാത്രം മതി. സീത എല്ലാം സഹിച്ചിട്ടുണ്ട്. മൈലമ്മ പറഞ്ഞതൊക്കെ ശരിയാ. പുരാണത്തിലെ സീതയെ പോലെ സർവം സഹയായി ഞാൻ നിന്നിട്ടുണ്ട്. കാട്ടിലലയേണ്ട സമയത്ത് കാട്ടിലലഞ്ഞു. അഗ്നിശുദ്ധി വരുത്തേണ്ടടുത്ത് അഗ്നിശുദ്ധി വരുത്തി. ഇനി ഞാൻ എന്തു വേണം? ഞാനും ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോണോ? അങ്ങനെ സന്തോഷിപ്പിക്കണോ ഞാൻ എല്ലാരെയും? എന്നക്കായത് അക്കാക്ക് ദോഷം വരുന്നത് ഞങ്ങൾക്കാർക്കെങ്കിലും സന്തോഷമാണ്? ഒരിക്കലുമല്ല. പക്ഷെ അക്ക ഇങ്ങനെ ബലം പിടിക്കുമ്പോ, ഇങ്ങനെ വാശി പിടിക്കുമ്പോ, അതിന്റെ അങ്ങേയറ്റത്ത് നീറുന്നൊരു മനസ്സുണ്ട്. എപ്പോഴും നിറയുന്ന 2 കണ്ണുകളുണ്ട്. കുട്ടിമണി, കുട്ടിമണിയെ കണ്ടില്ലെന്ന് നടിക്കല്ലേ അക്ക? അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്കെല്ലാം കുട്ടിമണി വേണ്ടപ്പെട്ടവള്, പ്രിയപ്പെട്ടവള്. എനിക്ക് മനസ്സിലാവും കുട്ടിമണിയോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം. ഞാൻ പുറത്തുനിന്ന് വന്ന് കയറിയവൾ, എന്നോട് എന്തു ആവാലോ. അപ്പോ ഞാൻ ആരാക്ക? ഈ വീടുമായി എനിക്ക് എന്താക്ക ബന്ധം? ഒരഗതിയെ പോലെ ഇവിടെ വന്നു നിന്ന് ഞാനല്ലേ അപ്പ അന്യ വന്നു കയറിയവൾ. എന്നിട്ടും ഞാനിത് സംസാരിക്കുന്ന എന്തിനാന്നക്കാക്കറിയോ? എനിക്കറിയാം. മൈലമ്മയെ സംബന്ധിച്ച് ബാലണ്ണനും കുട്ടിമണിയും ഒക്കെയല്ലേ വലുത്. അവർക്ക് വേണ്ടി, അവർക്ക് സ്വസ്ഥത കിട്ടാനായി. അക്ക ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പാവം ബാലണ്ണൻ എന്തുമാത്രം സങ്കടം കാണും. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിൽക്കല്ലേ ബാലണ്ണൻ. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നോ? ബാലേട്ടനോ? ഞങ്ങൾക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടില്ല. ആ കുഞ്ഞാ ദേ കിടക്കുന്നത്. അതല്ലാന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എത്ര ശ്രമിച്ചാലും എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല. സീതക്ക, ഞാൻ പറയുന്നത് ദയവ് ഇതൊന്ന് കേക്ക്. നിർത്തിയേക്ക് മൈലമ്മ. നിന്നോട് ഒരനിയത്തിയെ പോലെ എനിക്കിഷ്ടമുള്ളതാ. അത് കളയരുത്. എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കണമെന്ന് പറയാൻ വരുന്നവരാരായിരുന്നാലും അവരെനിക്ക് ശത്രുക്കളാ. എന്റെ സന്തോഷം എന്നേക്കുമായി ഊതിക്കെടുത്താൻ വരുന്നവര്.
എന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു വസന്തം ഇരുത്തെടുത്ത് കരിച്ചു കളയാൻ വരുന്നവര്. അവരോട് ആരോടും പുഞ്ചിരിക്കാനും ക്ഷമിക്കാനും മര്യാദയ്ക്ക് ഇടപെടാനും എനിക്ക് കഴിയത്തില്ല, എനിക്കറിയത്തുമില്ല. അതുകൊണ്ട് മൈലമ്മ പോ. അക്ക, ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട്. എനിക്കൊന്നും കേക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദയവ് ചെയ്ത് എനിക്ക് അല്പം മനസമാധാനം താ. ഒന്നിറങ്ങിപ്പോ. ദുർവാശികൾ ആജീവനന്ത ദുഃഖത്തിനിടവരുത്തുന്നു. അത് ഓർത്തു വെക്കുന്ന നല്ലതാ. ഇനിയൊന്നും പറയാൻ ഞാനില്ല. പക്ഷെ അക്ക ഒന്നോർത്തോ, ഇങ്ങനെയുള്ള ഈ കടുംപിടുത്തം കൊണ്ട്, ഈ തീരുമാനം കൊണ്ട് ഇവിടെ ആർക്കും മനസ്സമാധാനമില്ല. സീതക്കാക്ക് മനസ്സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? കുഞ്ഞിനെ എത്ര ഇങ്ങനെ ചേർത്ത് പിടിച്ചാലും ഒരു തീക്കനൽ കയ്യിലിരുന്ന് പൊള്ളുന്ന പോലെ തോന്നില്ലേ? ആ പൊള്ളുന്നത് ആ കുഞ്ഞിനെ പെറ്റമ്മയുടെ കണ്ണുനീരിന്റെ ചൂട്. അത് സീതക്ക ഓർത്തു. സ്വാമി ശരണം. അവരെ ഇറക്കിക്കൊണ്ടു വാ. ഇറങ്ങടി. അവളെ പിടിച്ചിറക്ക്. ആ നടക്ക്, പിടിച്ചോണ്ട് വാടോ. അനങ്ങി വാ. ഇണക്കുരുകൾ രണ്ടും വീടൊന്നും മൊത്തത്തിൽ കണ്ടോ? തെളിവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും മതികലാ മേഡത്തിന് വീട് കാണാൻ പറ്റത്തില്ല. എനിക്ക് ഈ വീട് കാണണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. എനിക്ക് കാണാനും കയറി കിടക്കാനും വേറെ ഒരുപാട് വീടുണ്ട്. അതൊന്നും കൊണ്ട് ഒരു കാര്യമില്ലല്ലോ കുഞ്ഞെ. നിനക്ക് കിടക്കാൻ വേണ്ടി 10,500 ഏക്കറിൽ ഒരു വലിയൊരു കൊട്ടാരമുണ്ട് തിരുവനന്തപുരത്ത്, പൂജപ്പുര സെൻട്രൽ ജയിൽ. അവിടെ വിശാലമായിട്ട് കിടക്കാം. അവിടെ എങ്കിൽ അവിടെ. എന്തായാലും മരണം വരെ എന്നെ അവിടെ കിടത്താനൊന്നും കോടതി വിധിക്കത്തില്ലല്ലോ. ഞാൻ പുറത്തിറങ്ങുമല്ലോ. ഈ മരണം വരെ തൂക്കിലേറ്റുന്ന ഒരു വകുപ്പുണ്ട്. അങ്ങനെ വല്ല വിധിച്ചാ എന്ത് ചെയ്യും? അതൊന്നും ഇല്ല സാറേ. അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ളവളാ ഞാൻ. ഈ കേസിൽ പരമാവധി എന്ത് ശിക്ഷ കിട്ടുമെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എന്റെ കൂടെ ഈ നിൽക്കുന്ന ശിവ കോടതിയിൽ കൂറുമാറുമെന്നും എനിക്കറിയാം. മാറത്തില്ലടാ ശിവ. അത് ശരി. അകത്ത് കിടക്കുമ്പോഴേ നീ പുറത്തിറങ്ങാനുള്ള വഴി ആലോചിച്ചോണ്ടിരിക്കല്ലേ? അകത്ത് കിടക്കുമ്പോ വേണമല്ലോ പുറത്തിറങ്ങാനുള്ള വഴി ആലോചിക്കാൻ. ഇവളുടെ ഈ അഹങ്കാരം കാണുമ്പോഴാ സാറേ അടിച്ച് കയ്യും കാലും ഒടിക്കാൻ തോന്നുന്നത്. നോക്കാം, എവിടം വരെ പോകും നോക്കാന്നേ. ജയിലിൽ എന്തായാലും ഇവൾക്കൊരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. 10 രൂപയ്ക്ക് കഞ്ചാവ് കച്ചവടം നടത്തുന്നവള് മുതൽ തന്ത്രിക്കും മന്ത്രിക്കും കൊട്ടേഷൻ കൊടുത്തവർ വരെ അവിടെ ഉണ്ട്. അങ്ങോട്ട് ചെല്ല്. മിണ്ടാനും പറയാനും പറ്റിയ ഒരു കൂട്ടുപ്രതി നിനക്ക് അവിടെ ഉണ്ട്. 4 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കൊല്ലിച്ചവള്. ന്യൂ ജനറേഷൻ അന്തകവിത്തുകൾ. കൊച്ചിനെ കൊല്ലിച്ചവൾക്കേ അവിടുത്തെ പോലീസ് കൊടുത്തതിനേക്കാളും ഗംഭീര സ്വീകരണ നിനക്ക് ഞങ്ങൾ അവിടെ തന്നത്. സ്വീകരിച്ചാനയിച്ച് റോഡിലൂടെ നടത്തിച്ചില്ലേ, അതുപോലെ പോയ വഴിക്ക് ഒരു ചേച്ചി ഒരു ഗിഫ്റ്റും കൊടുത്താ കാരണം അവിടെ ഒറ്റ എറണം. അപ്പൊ മാഡത്തിന്റെ മോണ വീണ വായിച്ചാണോ അല്ലേ? എന്തായാലും നീ ജയിലിലോട്ട് ചെല്ല്. അമ്മായി അമ്മയെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ച നിന്നെ അവരാഘോഷമായിട്ട് സ്വീകരിക്കും. ഈ പാലില് ബെൺമുക്കിയ പോലത്തെ നിന്റെ ഈ ശരീരമുണ്ട്, വീർത്ത് തുടുത്ത ശരീരം, അവരലക്കി പിരിഞ്ഞു വിരിക്കും. ആ കാണാം. കാണിക്കണം. നടക്കടേ നടക്കടി. ഓ, ഞാൻ പോയ പാടെ ഇവളിവിടെ കയറി പൊറുതി തുടങ്ങി അല്ലേ? ഭർത്താവിന്റെ മുഖത്തേക്ക് താലി പൊട്ടിച്ചെറിഞ്ഞു പോയൊക്കെ എന്താണ് ചോദിക്കാൻ അവകാശം? അതെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനൊന്നും ഇപ്പൊ നേരമില്ല. ആ മൈലം എന്താ ഇവിടെ? ഞാനിവിടുത്തെ കുഞ്ഞിനെ കാണാൻ വന്നത്. കുഞ്ഞാണല്ലോ ഇപ്പോഴത്തെ വിവാദ നായകൻ. അപ്പൊ കാഴ്ചക്കാരുടെ എണ്ണവും കൂടും. സത്യ സർ, ഇവനെ ഇവളെയും കൊണ്ടാ മുറിക്കാത്തത്. കാര്യങ്ങൾ മുറക്കി നടക്കണം. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും പക്കയായിരിക്കും. കാരണം നാളെ ഈ വീട് പൊളിച്ച് കൺസ്ട്രക്ഷൻ മാറ്റാനും മാണിക്യമംഗലത്താരും മടിക്കില്ല. അപ്പൊ ഇടതുവശത്തുള്ള ഭിത്തി ചിലപ്പോ വലതുവശത്താവും. ഉണ്ടായിരുന്ന ജനൽ ചിലപ്പോ കാണാതാവും. മുന്നിലെ മുറി ചിലപ്പോ പിറകിലാവും. പിന്നെ കേസിന്റെ സ്ട്രക്ചറേ മാറ്റിക്കളയും. ആ പിന്നെ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യണം. കോടതിയിൽ ചെല്ലുമ്പോ എന്ത് കുന്നായ്മ പറയാൻ ഇവിടെ മടിക്കത്തില്ല. ഇവിടെ കൊണ്ട് തല്ലിപ്പറയിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നാ ചെല്ല്. നടക്കടി ഇങ്ങോട്ട്. നീ എന്താടി ഇങ്ങനെ കുറിച്ച് നോക്കുന്നു?
താൻ പോടോ കിളവാ. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു പെണ്ണിനെയും കൊണ്ട് ദേശാടനത്തിന് ഇറങ്ങിയിരിക്കുന്നു. ഥു, എവിടെ നിങ്ങളുടെ ഭ്രാന്തി പെണ്ണുപിള്ള? നിന്റെ കഴുത്തില് താലി ഉണ്ടോന്ന് ഞാൻ നോക്കിയതാ. കഴുത്തിലെ താലി ഉണ്ടായില്ലെങ്കിലും വയറ്റില് ഗർഭം ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ. ഛീ, പിഴച്ച നാവ്. നാടകമൊക്കെ മതി, ഇനി സിനിമ. വിളിച്ചോണ്ട് വാ അങ്ങോട്ട്. വാ. കേറാൻ അല്ലല്ലേ സാറേ. ഈ വാതില. എന്നിട്ട് ഞാൻ കുറ്റി എടുത്ത് വെച്ചിട്ട് പോയി കിടന്നുറങ്ങി. കിടക്കാൻ പോകുന്നതിന് മുമ്പാ കുറ്റി എടുത്തത്. നീ ഏതിലട വന്നു? അത് പിന്നെ സാറേ നീ എത്ര ഭവ്യതയോടു കൂടിയൊന്നും പറയണ്ട, നേരാമണ്ണം പറ. ഏതിലാ വന്ന്? ഞാൻ കൂളായിട്ട് ഇതിലേക്ക് വന്നു സാറേ. എത്ര കൂളായിട്ടാ സാറേ അവൻ പറയുന്നത്? ബാക്കി പറ. അത് പിന്നെ സാറേ, അവൻ്റെ ഒരു വിമിഷ്ടം കണ്ടില്ലേ സാറേ? കൊടുക്കട്ടെ, പടലിക്ക് വരണം. വേണോടാ അവർക്ക്? സാറേ, മുകളിൽ ആകാശവും താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാ ഞാൻ. സാറ് പിന്നെ അങ്ങനെയാണോ? ഭാര്യ, മക്കൾ, പ്രാരാബ്ധങ്ങൾ, ബാങ്ക് ലോണും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സാറിന് സംഭവിച്ചാ? സത്യ, അവൻ പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി സാർ. എന്നാ പിന്നെ അവന് ഫുൾ മാർക്ക് കൊടുത്തൂടെ? കൊടുക്കാം സാർ. തുടങ്ങട്ടെ. കാക്കിട്ട പോലീസുകാരന്റെ മുഖത്ത് നോക്കി ഭീഷണിപ്പെടുന്നോടാ റാസ്കൽ. മതി 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 മതി, ചോര പൊടിയാൻ പാടില്ല. ഇനി പറയണം. ഏത് വാതിലാ തുറന്നു വെച്ചെന്ന് മതികലാ മേഡം നേരത്തെ എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഇതിലെ തന്നെ ഞാൻ വന്നു. എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ പലതവണ പറഞ്ഞ പോലെ തന്നെ ഒരു തവണ കൂടെ ഒന്നും ഒഴിഞ്ഞാലും ഇവിടെ വന്നു. മോളെ കൊല്ലാനാ വന്നത്. ആള് മാറി തള്ളയെ കൊന്നു. പൊട്ടിപ്പെണ്ണ് ചാടി എഴുന്നേറ്റപ്പോഴാ അബദ്ധം മനസ്സിലായത്. പിന്നെ ഞാനങ്ങ് പോയി. പുറത്തിറങ്ങിയിട്ടാ മതികല മാഡത്തെ വിളിച്ചത്. അപ്പോ മാഡം എന്തെടുക്കായിരുന്നു? ഭർത്താവിന്റെ ചരത്ത് ഉറങ്ങാൻ കാത്തി കിടക്കായിരുന്നു. ആ, ഫോൺ വന്നു, എടുത്തു. ഞാൻ വന്നപ്പോ അവര് ചത്ത് കിടക്കായിരുന്നു. ഞാൻ കിടന്ന് ബഹളം വെച്ചു, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഇതേത് കോടതിയിലും മതികല പറയും. ഗുഡ്. സത്യ സാർ, നമ്മൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ എടുത്ത അളവുകളൊക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് റൂം ലോക്ക് ചെയ്യണം. ശരി സാർ. ഡോ കമോൺ. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലുക. വരിക. രവിയണ്ണ, ആ, കുടുംബകാര്യം വല്ലതും പറയാണ്ട് പറഞ്ഞു തീർത്തു. സമയമുണ്ട്. ഒരു ഫോൺ താനെന്താണോ സമയം. ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? തനിക്കെന്താ മർമ്മവിദ്യ വല്ലതും എടുക്കണമെന്നുണ്ടോ? രവിചന്ദ്ര, എന്തുണ്ടടാ വിശേഷം? എന്റെ അച്ഛൻ വന്നെന്നോ സെന്റിമെന്റ്സ് നടത്തിയായിരുന്നോന്നൊക്കെ കേട്ടായിരുന്നു. അകത്ത് കിടന്നാലും മതികല അറിയാനുള്ളതെല്ലാം അറിയും. രണ്ടുപേരും കൂടി അങ്ങ് ജീവിക്കാന്നായിരിക്കും. ഞാൻ അകത്ത് കിടക്കുന്നോണ്ട് ആരെയും പേടിക്കണ്ടല്ലോ. എന്നാ അതെന്തായാലും നടക്കത്തില്ല കേട്ടോ. ഒളിസേവ നടക്കുമായിരിക്കും, ഒന്നിച്ചുള്ള ജീവിതം അത് നടക്കത്തില്ല. സർ. എന്താ മേലമ്മ? സർ, കസ്റ്റഡിയിലിരിക്കുന്ന ഒരാളെ കൈവച്ചു കഴിഞ്ഞാൽ അതിനെന്ത് ശിക്ഷ കിട്ടും കോടതിയിൽ? അത്ര വലിയ ശിക്ഷയൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് പോലെ ഇരിക്കും. ഇനിയിപ്പോ മതികല മാഡത്തിനൊന്ന് പൊട്ടിക്കാനാണ് മൈലമ്മയ്ക്ക് താല്പര്യമെങ്കിൽ ഞാനൊന്ന് കണ്ണടച്ചാ മതി. വേണമെങ്കിൽ പിടിച്ചോ. വേണ്ട വേണ്ട മോളെ, വേണ്ട. അമ്മയെ പോലെ കരുതേണ്ടവരെ പച്ചയ്ക്ക് തിന്നവളായി ഇവള്. രാക്ഷസി, ദുഷ്ട. ഇവളോട് സംസാരിക്കാൻ മോള് നിൽക്കണ്ട. എന്തിനാടാ രവി നിനക്ക് ഇങ്ങനൊരു ഭാര്യ? എനിക്കിങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട. കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞോ സർ? എന്നാ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് മലയിറങ്ങാം. വിളിച്ചോ. വാ.
മതികലെ എന്ന് കോടതിയിൽ ഹാജരാക്കുന്നല്ല പറഞ്ഞത്. ആ, വീട്ടിൽ തെളിവെടുപ്പിന് വന്നിരുന്നു കേട്ടു. മതികലയ്ക്ക് കിട്ടാനുള്ള ശിക്ഷ ദൈവം കൊടുക്കും. ഇനി മനസ്സജമ്പായിക്ക് കിട്ടാനുള്ള നീതി കൂടിയാ കിട്ടേണ്ടത്, അല്ല ബായി? അങ്ങനെ ആയിരുന്നെങ്കിൽ സീൻ സൂപ്പറായാണ്. സീതയെടുത്തി കുഞ്ഞിനെ വിട്ടുതരുന്നുള്ള പ്രതീക്ഷ ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്നൊരു ഊഹമില്ല പിച്ചളെ. കേസ് കൊടുക്കാന്ന് വെച്ചാൽ ബാലറ്റിന് ഓർക്കുമ്പോഴാ അതിനും പറ്റാത്തത്. ഇനിയും കുട്ടിമണി ക്ഷമിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ബായി. അല്ലെങ്കിൽ പിന്നെ രണ്ടും കൽപ്പിച്ച് കുഞ്ഞിനെ മോഷ്ടിച്ച് നിങ്ങളങ്ങോട്ട് നാട് വിടണം. ഞാനും വരാൻ കൂടാ. ഞാനത് ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ ബാലറ്റിനെ ഓർക്കുമ്പോൾ നെഞ്ചു നീറുന്നു. പിന്നെ മതികല സീതയെടുത്തിയോട് കാണിച്ചൊരു വലിയ തെറ്റിൽ അറിയാതെയാണെങ്കിലും പങ്കാളിയായവനാ ഞാനും. ആ ഒരു കുറ്റബോധം ഇപ്പോഴും എൻ്റെ ഉള്ളിലേക്കുന്നുണ്ട്. എനിക്ക് പിടികിട്ടാത്തൊരു കാര്യം, കാണാതായ കുഞ്ഞിനെക്കുറിച്ചുള്ള ആദ്യേക്കാളും സീതയെടുത്തിക്ക് കൂടുതൽ ഈ കുഞ്ഞിനെ വിട്ടുതരേണ്ടി വരുന്നുള്ള ഭീതിയാ. ഇത്രയും ദിവസം സ്വന്തം കുഞ്ഞായി കണ്ട് മുലപ്പാല് കൊടുത്ത് വളർത്തിയതല്ലേ. സ്വന്തമല്ലെന്ന് വിശ്വസിക്കാൻ നല്ല പാടുണ്ടാവും. മനസ്സ് അനുവദിക്കത്തില്ല ഇനി. ഇതിങ്ങനെ പോയാ ഒടുക്കം സീന് കട്ട കലിപ്പാവും. നോക്കിയോ, ഒരു ദിവസം ആരും അറിയാതെ അവര് കുഞ്ഞിനെയും കൊണ്ട് എവിടേക്കെങ്കിലും പോവും ചെയ്യും. അതാവും അതിന്റെ അവസാനം. അങ്ങനെ വരുമോ പിച്ചളെ? അങ്ങനെ തന്നെ സംഭവിക്കും, നോക്കിക്കോ. പിന്നെ ബായ് കുട്ടിമണി പെങ്ങളോട് എന്ത് മറുപടി പറയും? ദൈവം ആ മതികലയെ കൊണ്ട് ആ രഹസ്യം വിളിച്ചു പറയിപ്പിച്ചത്. ആ കള്ളത്തരത്തിന് കൂട്ടുനിന്നവരെല്ലാം സത്യേറ്റ് പറയുകയും ചെയ്തു. ഇനി അമാന്തിച്ചു നിന്ന കുഞ്ഞിനെ വീണ്ടും കുട്ടിമണിക്ക് നഷ്ടപ്പെടും. ബായ്, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് CI അയ്യപ്പൻകുട്ടി സാറിനോട് ഈ വിവരം പറയാം. മതികല വിളിച്ച് പറയണത് പോലീസും കേട്ടതാണല്ലോ. ഒരു പരാതിയായിട്ട് വേണ്ട, ഒരു വീട്ടുവഴക്കിൽ മധ്യസ്ഥം പറയാൻ ഒരാളുടെ സഹായം തേടുന്ന പോലെ. ഒന്നുകിൽ അയ്യപ്പൻകുട്ടി സാറ്, അല്ലെങ്കിൽ ആ വനിതാ CI. ആരെങ്കിലും സീതയെടുത്തിയോടൊന്ന് സംസാരിക്കട്ടെ. അപ്പം കാര്യങ്ങളുടെ ഗൗരവം അവർക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഈ വീട്ടിലുള്ളവര് തമ്മിൽ പറയുമ്പോഴല്ലേ അത് വഴക്കാവണത്. പുറത്തുനിന്ന് ആരെങ്കിലും പറയുമ്പോ കുഞ്ഞിനെ തരുമായിരിക്കും അല്ലേ ഭായി? കിട്ടും ഭായി, ധൈര്യമായിട്ട് ആ വഴിക്ക് നീങ്ങാം. യെസ് സർ. ശരി സർ. മാഡം, ആദ്യത്തെ കേസായി തന്നെ വിളിക്കും മാഡം. നമുക്കിനി കസ്റ്റഡിയുടെ ആവശ്യമില്ല. ആ പിശാചിനെ കൊണ്ട് ജയിലിൽ ഏൽപ്പിച്ച ജോലി തീർന്നു. ആ, അവളെ വിളിക്ക്. യെസ് മാഡം. ഹലോ, ഇറങ്ങി വാ, കോടതിയായി. മതികല മാഡം മയക്കത്തിലായിരുന്നു. ഇറങ്ങി വാ. ഇടങ്ങോട്ട്. എന്താടി, തൂക്കുകയറി സ്വപ്നം കാണുമായിരുന്നോ? അല്ല, ശത്രുക്കളുടെ ശവോടക്ക്. ആ വാ, ഇനി കൂട്ടിക്കയറിന്ന് സ്വപ്നം കാണാം. നടക്കടി അങ്ങോട്ട്. ക്രെയിൻ നമ്പർ 226 മെയ് 2016. മാണിക്യമംഗലത്ത് വീട്ടിൽ മഹാദേവൻ തമ്പിയുടെ മകൾ മതികല. ഹാജർ 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 ഹാജർ. എന്താ പേര്? മതികല. ആകയാൽ മതികല മഹാദേവൻ തമ്പിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ഈ കോടതി ഉത്തരവാകും.
ഹലോ സർ, റിമാൻഡ് ചെയ്തു. നമുക്കെതിരെ കോടതിയുടെ ഒരു പരാമർശവും ഇല്ല. സാറിന് പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചു. ഓക്കെ സർ. നിൽക്ക്. പാപികളെ കൂട്ടുപിടിച്ച് മഹാപാപം ചെയ്തതിന്റെ കൂലി ദൈവം വിതരണം ചെയ്തു തുടങ്ങി. ചന്ദ്രു അമ്മയെ ചതിച്ചുള്ള പണവും സ്വർണവുമായിട്ട് മുങ്ങി. നിന്റെ അമ്മ ഇപ്പൊ ഭ്രാന്താശുപത്രിയില. അമ്മ ഭ്രാന്താശുപത്രിയിലെ സെല്ലിൽ, മകള് ജയിലിലെ സെല്ലിൽ. നിനക്കൊന്നും പറയാനില്ലേ മതി? നിങ്ങൾ പോയി തണുത്ത വെള്ളം തലയിൽ ഒഴിക്കും, എന്നിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. മഹാപാപങ്ങളുടെ മഹായുദ്ധങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മതികല തിരിച്ചു വരും. വാ വാ. അയ്യപ്പൻകുട്ടി സാറേ, അവര് വന്നിട്ടുണ്ടോ? ഓക്കെ സാർ. ഇല്ല സാറേ, എന്ത് പ്രഷർ വന്നാലും നിയമത്തിൽ നാണോ ഇട ചലിക്കില്ല ഞാൻ. മാഡം. സാറേ എത്തിയിട്ടുണ്ട്, ഞാൻ നോക്കിക്കോളാം. കേറി വാ. ഇതാണല്ലേ അമ്മായിയമ്മയെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ച മഹതി. ഇവിടെ ഉണ്ടോ ചോദ്യം ചെയ്യല്? ചോദ്യം ചെയ്യല് കഴിഞ്ഞ് റിമാൻഡ് എന്ന് പറഞ്ഞാണല്ലോ കോടതി ഇങ്ങോട്ട് വിട്ടത്. പിന്നെന്തിനാ കൂടുതൽ ചോദിക്കുന്നത്? നിർത്തടി. നീ എന്താ ജയിലിൽ വന്ന് ഭരിക്കാൻ നോക്കുന്നു? ആളിനെ മനസ്സിലായില്ലേ? വന്ന് കേറിയപ്പോഴേ സ്വഭാവം മനസ്സിലായില്ലേ? എവിടെയൊക്കെ നടയടി കൊടുത്താ കേറ്റേണ്ടത്. കൈക്ക് നല്ല എല്ലുള്ള പെണ്ണുങ്ങളുണ്ട് ഇവിടെ. നിന്നെ കാത്തിരിക്കുക അവര് സൽക്കരിക്കാനായിട്ട്. സമയം പോലെ കിട്ടിക്കോളും. ജയിലിനുള്ളിൽ വെച്ചേ എന്റെ ദേഹത്തൊരു പോറല് വീണ എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. 14 ദിവസം കഴിഞ്ഞിട്ട് എന്നെ കോടതിയിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ. എനിക്കറിയാം എന്ത് വേണോന്ന്. ഇത് വന്ന് കേറിയ പാടെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആ രജിസ്റ്ററിൽ ഒപ്പിടിക്ക്. ചെന്നൊപ്പിട. വന്നൊപ്പിടേ. ഞങ്ങൾ പോട്ടെ സാർ, ജീപ്പ് വെയിറ്റിംഗാ. പൊയ്ക്കോ, നിങ്ങൾ പൊയ്ക്കോ. പോകാം. ഇവളുടെ കളർ കുപ്പായോ ആഭരണമൊക്കെ ഊരി മാറ്റി വെച്ചിട്ടേ ചാപ്പകുത്തിയ ഡ്രസ് എടുത്ത് കൊടുക്കുക. ശരി മാഡം. അല്ല, സബ് ജയിലിലെ വിചാരണ തടവുകാർക്ക് സ്വന്തം ഡ്രസ് ഉപയോഗിക്കാമല്ലോ. നീ എന്നെ നിയമം പഠിപ്പിക്കാണോ? അങ്ങനെ ഉപയോഗിക്കാം, പക്ഷേ നീ അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ഇവിടുത്തെ സൂപ്രണ്ടായ ഞാനാ തീരുമാനിക്കുന്നത്. എനിക്കെന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് എന്തും തീരുമാനിക്കാം. പക്ഷേ ഭർത്താവിന്റെ അമ്മയെ കൊന്ന നിനക്ക് കളർ കുപ്പായം വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. നീ ജയിൽ പുള്ളിയായിട്ട് ഇവിടെ കിടന്നാ മതി. ആ യൂണിഫോമിൽ കിടക്കുമ്പോ നിനക്ക് കുറച്ച് അച്ചടക്കവും പേടിയും തോന്നും. അല്ലെങ്കിൽ നീ കരുതും ഇതൊരു ക്യാമ്പസ് ആണെന്ന്. അതുകൊണ്ടേ മോള് കൂടുതൽ സംസാരിക്കണ്ട. ഡ്രസ് എടുത്തു കൊടുക്ക. പാടി ഇങ്ങോട്ട്. അല്ല ബാല, ഇന്നലെ തെളിവെടുപ്പുണ്ടായിരുന്നല്ലേ വീട്ടില്? ഞാനിന്ന് ലീവാണേ. സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതാ. അല്ല, അന്നേരം ബാലൻ അവിടെ ഇല്ലായിരുന്നോ? എന്തിന്? എന്റെ പെറ്റമ്മ മരിച്ചു കിടന്ന സ്ഥലം ഒന്നുകൂടി കാണാനോ? അത് മാത്രമല്ല, ഇനി അവളുടെ മുഖം കണ്ട എന്റെ നിയന്ത്രണം വിട്ടുപോകും. അല്ല, ബാലന്റെ കുഞ്ഞുമായി ബന്ധപ്പെട്ടും ആ കുട്ടി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. എന്നതാ ബാല പ്രശ്നം? എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അതിനുള്ള മാനസികാവസ്ഥയിലും അല്ല ഞാൻ. ദൈവത്തെ ഓർത്ത്. ഓ, ഞങ്ങളൊന്നും പറയുന്നില്ലേ. നമുക്ക് പോയാലോ സാറേ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റൂല. 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യില്ലേ? ഒന്ന് പോടാ ചെറുക്കാൻ. അതെ, ആ ജംഗ്ഷനിലൊന്ന് വിട്ടേക്ക്.
പരിപ്പിനിപ്പോ എന്തുണ്ട് ബാലാവില്ല? അതറിയാനാണ് ഇവിടെ വന്നത്. അതറിയാൻ മാത്രമല്ല, ബാലന്റെ കയ്യിലെ പരിപ്പ് ഞങ്ങളുടെ കരത്തിൽ വേവത്തില്ലെന്ന് പറയാനാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ചുമ്മാ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി വഴക്കിന് വന്നാണോ? വഴക്കനല്ല ബാല, വേണമെങ്കിൽ ആവാം. ആയ പ്രായത്തിൽ പൂക്കോട് രാഘവൻ ഒന്നാം തരം വഴക്കാളിയായിരുന്നു. അതിന് ഞാനെന്ത് വേണം? പഴയ ചട്ടമ്പികൾക്ക് വല്ല പെൻഷനും കിട്ടുമെങ്കിലേ അത് പോയി വാങ്ങിക്കുക. എനിക്ക് കിട്ടാനുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ സീതയെ ഉപദേശിക്കാനും കൊച്ചിനെ തിരിച്ചു കൊടുക്കണം എന്ന് പറയാനും ഒക്കെ ബാലന്റെ അപ്പച്ചയപ്പനും ആ പാണ്ടിപ്പെണ്ണും ഒക്കെ വന്നിരുന്നു എന്ന് കേട്ടു. ഈ പറഞ്ഞ പാണ്ടിപ്പെണ്ണിനെ ഒരു പേരുണ്ട്, മയിലമ്മ. മയിലായാലെന്തോ കുയിലായാലെന്തോ പാറിപ്പറന്ന് കിടക്കുന്നതിനൊക്കെ ഞാനെന്തിനു മൈൻഡ് ചെയ്യണം? വഴിയെ പോകുന്നവരൊക്കെ കയറി കൊട്ടാൻ സീത പഞ്ചായത്തൊക്കെ ചെണ്ടയല്ല. എന്റെ ഭാര്യയുടെ കാര്യത്തിലേ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, അതാരും പഠിപ്പിക്കണ്ട. ആ ഉത്തരവാദിത്തം നിനക്കുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? അവളെയും കൊച്ചിനെയും കൊണ്ട് വേറെ വീടെടുത്ത് മാറി താമസിക്കണം. അത് ഞാൻ സമയമാകുമ്പോ ചെയ്തോളാം. എപ്പോഴാ? കയ്യിലിരിക്കുന്ന കൊച്ചിനെ നിന്റെ പെങ്ങൊക്കെ കൊടുത്തിട്ടോ? ബാല, പതിയെ പതിയെ തഞ്ചത്തിൽ കൊച്ചിനെ സീതയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് പെങ്ങൊക്കെ കൊടുക്കാനാണ് ഭാവമെങ്കിൽ പെങ്ങടെ കൊച്ചിനെ ഇപ്പൊ ഞങ്ങളല്ലേ തട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത്? നിന്നെ സംബന്ധിച്ച് അത് പെങ്ങടെ കൊച്ച, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ച. ഒരു പ്രശ്നം വന്നപ്പോ നിന്നെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല ബാല. നിന്റെ ശുദ്ധഗതി കൊണ്ടാ നീ കുഞ്ഞിനെ പെങ്ങൊക്കെ കൊടുക്കാമെന്നൊക്കെ ചിന്തിക്കുന്നത്. റോസാപ്പൂവിന് ചുവപ്പ് നിറം കൊടുക്കാൻ സ്വന്തം ഹൃദയം റോസാമുള്ളിൽ തറച്ച ഒരു കുരുവിയുടെ കഥയുണ്ട്. ബാലൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കഥയിൽ ആ കുരുവിയുടെ സ്ഥാനത്താ ബാലൻ. മറ്റുള്ളവർക്ക് കൊടുക്കാൻ ചിലർക്ക് സ്വന്തമായിട്ട് സ്വന്തം ജീവനും ജീവിതവും മാത്രമേ കാണൂ. ആയിക്കോട്ടെ, പക്ഷേ മുങ്ങിച്ചാകുമ്പം ഒപ്പം ഞങ്ങളുടെ പെണ്ണിനെ കൂടെ കൊണ്ടുപോകാൻ നോക്കണ്ട. അത് പറയാനാ വന്നത്. കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ കാക്കും. സീതയും കൊച്ചിനെയും കൊണ്ട് നീ മാറി താമസിക്കണോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ പെണ്ണിനെയും കൊച്ചിനെയും കൊണ്ട് ഞങ്ങളങ്ങ് പോവും. അതാരുടെ ശവത്തിൽ ചവിട്ടിയിട്ടാണെങ്കിലും. ആ ഇതാണോ ആ ശുന്നരി പെണ്ണ? അമ്മയുടെ ശുന്നരി പെണ്ണ് ഇതാണോ? ശുന്നരിക്കുട്ടി ഇതാണോ? സുന്നരിക്കുട്ടി, അമ്മയുടെ രാജകുമാരി, ഇവിടെ നോക്ക്. ഇതാണോ അമ്മയുടെ രാജകുമാരി? ശുന്നരി രാജകുമാരി അല്ലേ? ശുന്നരിക്കുട്ടി, സുന്ദരി രാജകുമാരി, രാജകുമാരി, രാജകുമാരി. അമ്മാമ്മേ, വരണ്ടാന്ന് കരുതി ഇറങ്ങി പോയതാ. പക്ഷെ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനിപ്പം നിന്റെ കെട്ടിയവനെ കണ്ടിട്ടാ വരുന്നത്. ഓ, എന്തു പറഞ്ഞു? അമ്മാമ്മയെ ഉപദേശിച്ചു കാണുമല്ലേ കുഞ്ഞിനെ കുട്ടിമണിക്ക് കൊടുക്കണമെന്ന്? അതൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്റെ മുഖത്ത് നോക്കി പറയാൻ അവന് ധൈര്യമില്ലല്ലോ. പിന്നെ അവൻ കുറെ തർക്കുത്തരവ് ന്യായമോ ഒക്കെ പറഞ്ഞു. ഡോക്ടറെ കണ്ടെന്നോ എടുത്തെന്നോ പിടിച്ചെന്നോ ഒക്കെ പറഞ്ഞു. അവന്റെ അപ്പച്ചപ്പനും ആ തമിഴത്തി പെണ്ണും ഒക്കെ ഇവിടെ വന്നായിരുന്നു അല്ലേ നിന്നെ ഉപദേശിക്കാൻ? ആ, അത് ഞാൻ അമ്മ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ആ, പെങ്ങള് പറഞ്ഞു. അതുകൊണ്ടുകൂടിയാ ഞാൻ വന്നത്. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പെങ്കൊച്ചിനെ കൂടെ പൊറപ്പിക്കാനാണെങ്കിൽ അവളെ സ്വസ്ഥമായി നോക്കണമെന്ന്. അത് ജീവിത അവസാനം വരെ അവളുടെ കുഞ്ഞു കൂടെ കാണണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏത് കുഞ്ഞവനാര്യ പറയുന്നേ? ഈ കുഞ്ഞവനാര്യാണോ? ഇത് എന്റെ കുഞ്ഞുവനെയാ, എന്റെ സ്വന്തം കുഞ്ഞാവയാ. ഇപ്പൊ വലിയച്ഛനെ കയ്യിൽ ഇരിച്ചു തന്നെ ഉള്ളൂ. മിനിഞ്ഞാന്ന് ഞാൻ എടുക്കും, നോക്കിച്ചോ. നീ എടുക്കൂ അമ്മാമ്മേ, അത് വിവരക്കേട് കൊണ്ട് പറയുന്നതാ, അതിലൊന്നും ഇടപെടണ്ട. പെണ്ണെ, അവനോട് വേഗം ഇവിടുന്ന് മാറി താമസിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീയും അത് പറയുക. മൂത്ത മകനല്ലേ, കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാനുള്ള സമയമൊക്കെ ആയി. ഈ ഭ്രാന്തി പെണ്ണിന്റെ കൂടെ ഇവിടെ താമസിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒന്നുകിൽ അവിടെ വന്ന് താമസിക്കാം, അല്ലെങ്കിൽ പുതിയൊരു വീടെടുക്കുക. ഞാൻ പറഞ്ഞാലും അനുസരിക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ കുഞ്ഞുവനെയും കൊണ്ട് ആരും എങ്ങും പോകത്തില്ല. നീ ഇന്ന് എന്റെ കയ്യിലിരിക്കുന്നത് മേടിക്കും. പണ്ട് എനിക്ക് ഗഡൗട്ടായി കൊണ്ട് തന്നോണ്ടാ ഞാൻ ഇടിച്ചാതിരിച്ചേ. വലിയ കുമ്മാവനോട് പറഞ്ഞേക്ക് കുറ്റുമണിയോട് വയക്കിന് വരണ്ടാന്ന്. ഈ കുഞ്ഞാവ കുഞ്ഞുമണി എന്റെയാ.
അത് ഈ കുമാരനും കേട്ടോ വല്യച്ഛൻ കേട്ടോ. എന്റെ കുഞ്ഞാവെ ഞാൻ എടുത്തിരിച്ചും കൊണ്ടും പോയിരിച്ചു. അതിനെ കൊണ്ട് ആരും പോവറ്റൂല. അങ്ങനെ ആരെങ്കിലും വന്നാ അവിടെ കണ്ണു പറഞ്ഞ കുത്തി പഠിച്ച് മനസ്സിലായാ? പിന്നെ ആർക്കും കുഞ്ഞാവെ കാണാൻ പറ്റത്തില്ല. പറഞ്ഞേക്കാം. എന്നോടാ കളി. ഓ, ഇതിന് മുഴുത്തവട്ട. നീ എത്രയും പെട്ടെന്ന് ബാലനെ പറഞ്ഞ് തിരിക്കും. നീ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഇത് സമ്മതിപ്പിക്കണം. എനിക്കിവിടെ നിന്നാലേ വിറഞ്ഞു കേറും. CI സാർ ഇപ്പൊ വരുമായിരിക്കുമല്ലോ ഭായി? വരുമായിരിക്കും, നോക്കാം. അല്ല പിച്ചളെ, നമ്മൾ ഈ കാണിക്കുന്ന എടുത്തിയാട്ടമാണോ? ഒരു അബദ്ധമാവോ? എന്താ അബദ്ധം? ബായിക്ക് ബായിയുടെ കുഞ്ഞിനെ വേണം. തിരിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഏത് വഴിയും നോക്കാന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്. അതൊക്കെ ശരിയാ. പക്ഷേ ബാലേട്ടനും സീതയെടുത്തിയും ബായ് ഇപ്പോഴും ബാലേട്ടനെയും സീതയെടുത്തിയും പറ്റി സംസാരിക്കും. അവർക്കുണ്ടാവണ വിഷമത്തെ പറ്റി ചിന്തിക്കും. പക്ഷേ ബായുടെ കാര്യം ഇവരാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അനുഗ്രഹിക്കാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോവരുത് ബായി. അവരെപ്പറ്റി ചിന്തിക്കേ വേണ്ട. കുട്ടിമണിയുടെയും ബായുടെയും സങ്കടം കാണാൻ കഴിയാത്ത ആരുടെയും സങ്കടം നിങ്ങളും കാണണ്ട. കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവർ അതൊന്നും ചെയ്യാതെ അവരവരുടെ വാശിയിൽ ഉറച്ചു നിൽക്കുന്നു. ദൈവം ബുദ്ധി കൊടുക്കാത്ത കുട്ടിമണിക്ക് അതേ ദൈവം കൊടുത്ത സമ്മാനമാണ് കുഞ്ഞിമണി. അതിനെ തട്ടിയെടുത്ത് ജീവിക്കാൻ ആരെയും സമ്മതിക്കരുത് ബായ്. ബായ് സ്ട്രോങ് ആയി നിൽക്ക്. പിച്ചടല്ലേ കൂടെ. എന്തായാലും സാർ വരട്ടെ. ഞാൻ വിളിച്ചപ്പോ ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി. അപ്പൊ പിന്നെ ഒന്നേന്ന് തുടങ്ങണ്ടല്ലോ. ബായ്, സാറെത്തിയല്ലോ. സ്വാമി ശരണം. നമസ്കാരം സാർ. നമസ്കാരം. എന്തോ നാടേ മനസ്സിലായത്? പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരമില്ല നിനക്ക്. പ്രശ്നങ്ങളില്ലാതായ ഈ നാട്ടിൽ പിന്നെ പോലീസും കോടതിയൊക്കെ ഉണ്ടാവുമോ സാറേ? അതൊക്കെ അമ്പലവും പള്ളി ആകട്ടെ. നീ കൂടുതൽ ഡയലോഗ് ഇടിച്ചിന്റെ. എടാ, മനസ്സിലായ ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ കൊച്ചിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വെള്ളക്കടലാസിൽ എനിക്കൊരു പരാതി എഴുതാ, ഞാനത് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് കോടതിയിൽ DNA ടെസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൊച്ചിനെ വാങ്ങിച്ച് നിന്റെ കൈ തരാൻ പറ്റും. മതിയോ? അയ്യോ, അത് വേണ്ട സാറേ. എന്താ? ഒരേ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ, ബന്ധുക്കളല്ലേ. അപ്പോൾ അവരെ അങ്ങനെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ താല്പര്യമില്ല സാറേ. തൊലിപ്പുറത്തോടി ചൊറിഞ്ഞുകൊണ്ടിരുന്ന നിന്റെ കൊച്ചിനെ നിനക്ക് തിരിച്ചു കിട്ടുമോ? അതിനല്ല ഉറപ്പുണ്ടോ? അതാ ഞാനും പറയുന്നത്. തനിക്ക് അവകാശപ്പെട്ടത് കിട്ടാൻ സ്വന്തവും ബന്ധമൊന്നും നോക്കിയിട്ട് കാര്യമില്ല ബായി. ഇത് തന്നെയാ ഭഗവാൻ കൃഷ്ണൻ മറ്റേ അങ്ങേരോട് അർജുനനോട് പറഞ്ഞത്. നിന്റെ മഹാഭാരതമൊക്കെ നിർത്ത്. മനസ്സിലാ? നീ ഒഫീഷ്യലായിട്ട് എനിക്കൊരു പരാതി തന്നില്ലെങ്കിൽ പിന്നെ ഇതിൽ എൻ്റെ റോൾ എന്താ? സാറേ, സാറൊന്ന് വയലൂരം വീട് വരെ വരണം. ഇതിൻ്റെ വരും വരായികൾ ബാലേട്ടനോട് സീതയെടുത്തിയോടൊന്നും പറയണം. ഒരു പരാതിയേക്കാൾ കൂടുതൽ അത് ഗുണം ചെയ്യും സാറേ. അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട് സാറേ, എനിക്കുറപ്പുണ്ട്. നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അത് കളയണ്ട. നിങ്ങൾ പൊയ്ക്കോ. പറ്റിയാ ഞാൻ ഇന്ന് തന്നെ വരാം. പിന്നെ ഞാൻ വരുന്ന കാര്യം ആ ബാലേന്ദ്രനോടൊന്നും പറയണ്ട. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലേ പിന്നെ അവരുടെ പിറകെ നീ കാര്യം ബോധിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒന്നാ എനിക്ക് സമയമില്ല. ശരി സാറേ, ഞങ്ങൾ പോട്ടെ. എന്നാ വിട്ടോ. ശരി, ബൈ. അജിത്തെ, വണ്ടി എടുക്കുക. നമുക്കിന്നൊരു അൺഒഫീഷ്യൽ ട്രിപ്പ് ഉണ്ട്. സാറേ, സാർ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അങ്ങനെയാണോ ചില കാര്യത്തിൽ ഭയങ്കര സ്പീഡാ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് വരുന്നതില്ല എൻ്റെ ഒരു ഇത്. ഏത്? നീ ഒരു കാര്യം ചെയ്യ്, ആ മുറിയിലോട്ട് പോയിരുന്നു. ശരി സാർ, ഞാൻ അവരോടൊന്ന് സംസാരിച്ചോ. സാറെന്താ ഇവിടെ? പിന്നെയും തെളിവെടുപ്പിനാണോ? ഓരോരോ പ്രശ്നങ്ങളല്ലേ ബാല, ഓരോ തെളിവെടുപ്പിനും വന്നല്ലേ പറ്റൂ. ഇവിടെ ഇപ്പൊ എന്താ കുഞ്ഞിന്റെ പേരിലൊരു പ്രശ്നം? ബാല, എനിക്കധികം സമയമില്ല. വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട് SP ഓഫീസിൽ, അതിന് പോകണം.
അപ്പൊ ബാലനൊരു കാര്യം ചെയ്യും. ബാലന്റെ ഭാര്യ ഒന്ന് വിളിച്ചേ, ഒരു കാര്യം പറയാനാണ്. എന്തിനാ സാറേ? ഒന്ന് വിളിക്കടോ, ഞാൻ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നല്ല. സീതേ, എന്താ ബാലേട്ടാ? നിന്നെ ഒന്ന് കാണണമെന്ന്. ആർക്ക്? അയ്യപ്പൻകുട്ടി സാറിന്. എന്തിന്? കേസുമായിട്ട് എനിക്കൊരു ബന്ധമില്ലല്ലോ. അതൊന്നും അറിയത്തില്ല. സാറ് മുറ്റത്ത് നിൽപ്പുണ്ട്, വാ. ഞാൻ കുഞ്ഞിനെ ഒന്ന് കിടത്തിട്ട് വരാം. ആ വരണം വരണം. പിന്നെ ബാലൻ വരണമെന്നില്ല, അവിടെ ഒന്നോ ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. എന്താ സർ? ഏയ് ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പോലീസുകാരനായിട്ടല്ല. 4 പെങ്ങന്മാരുടെ ഇടയിൽ ജനിച്ച ആളാ. ഒറ്റ മകനായിരുന്നു. അതുകൊണ്ട് എനിക്ക് പല കുഴപ്പങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ പെങ്ങന്മാരെ പറ്റി ആലോചിച്ച് അന്തം വിടാറുണ്ട്. ഞാൻ എത്ര നുള്ളിയാലും മാന്തിയാലും പിച്ചിയാലും അവരെത്ര പക്വതയോടെ കാര്യങ്ങൾ നേരിട്ടിരുന്നത്. അല്ല, സ്ത്രീകൾക്ക് ദൈവം പ്രത്യേകം കൊടുത്തൊരു കഴിവാ കാര്യങ്ങളെ പക്വതയോടുകൂടി കാണാന്നുള്ളത്, അല്ലേ? ശരിയാ. അതുകൊണ്ടാണല്ലോ സ്ത്രീകളെ സർവം സഹ എന്നൊക്കെ പറയുന്നത്. ഏയ് അങ്ങനെ സർവവും സഹിക്കൊന്നും വേണ്ട. എങ്കിൽ പിന്നെ എന്തിനാ ഈ നാട്ടില് ഭരണഘടനയും നിയമവും ഒക്കെ? അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഈ വീട്ടിലിപ്പോ അമ്മയുടെ സ്ഥാനത്ത് സീതയല്ലേ മൂത്ത ജ്യേഷ്ഠത്തി? അതെ. സ്ഥാനങ്ങൾ അങ്ങനെ വാക്കാൽ പലതും ഉണ്ടല്ലോ സാർ. ഏയ് വാക്കാലൊന്നുമല്ല. സീത എന്ന് പറഞ്ഞ ഇവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. പ്രത്യേകിച്ചും മതികര ഇവിടെ ഒരു അമാവാസിയായിട്ട് ഇരുന്നപ്പോ സീതയെ ഒരു പൗർണമിയായിട്ടല്ലേ എല്ലാവരും കണ്ടിരുന്നത്. സാർ എന്നെ പുകഴ്ത്താൻ വേണ്ടിയാണോ വിളിച്ചത്? ഹേയ് അങ്ങനെയൊന്നുമല്ല. ഒരു പോലീസുകാരനാണെങ്കിലും ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ. ഞാനിപ്പോൾ വന്നത് ഈ വീട്ടിൽ ഇപ്പോൾ പോഞ്ഞുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമില്ലേ, അതിന് പരിഹാരം കാണാൻ പറ്റുമോ എന്നറിയാനാ. അതെന്താ സർ? സീത ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. അല്ല, എന്താ കാര്യം സാർ പറയേ. സീതയെ മനസ്സിജന്റെയും കുട്ടിമണിയുടെയും കുഞ്ഞിനെയാ സീത ഇപ്പോൾ വളർത്തുന്നത്. ഓ, അത് പോലീസ് സ്റ്റേഷൻ വരെ പരാതിയായിട്ട് എത്തിയോ? ഏയ് പരാതിയായിട്ടൊന്നുമല്ല. ഞാനൊന്ന് ഇടപെടണമെന്നും സംസാരിക്കണമെന്നും കുഞ്ഞിനെ തിരിച്ചു മേടിച്ചു കൊടുക്കണമെന്നും മനസ്സിജനോട് ആവശ്യപ്പെട്ടു. എന്നാ സർ കേട്ടോ, മനസ്സിജന്റെയും കുട്ടിമണിയുടെയും കുഞ്ഞിനെ അല്ല ഞാൻ വളർത്തുന്നത്. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെയാ. കാണാതായ കുഞ്ഞാവും മനസ്സിജന്റെയും കുട്ടിമണിയുടെയും. സീത അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയാണെന്ന് കരുതി എന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കേ. മനസ്സിജനും കുട്ടിമണിയും ലീഗലായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ സീതയ്ക്ക് ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തേ പറ്റൂ. ഇല്ല സർ, പോലീസിന്റെ ഭീഷണിയും കോടതിയുടെ ഉത്തരവൊന്നും കേൾക്കാൻ സീത ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുഞ്ഞ അകത്തെ തൊട്ടിൽ ഉറങ്ങിക്കിടക്കുന്നത് അതെന്റെ കുഞ്ഞാ. സ്ഥലം സിയയുടെ മുഖത്ത് നോക്കിയാ സീത പറയുന്നത്. ഇതൊരു ശപഥമാണ്. എന്നെ ചതിച്ചോ, എന്നെ ഭയപ്പെടുത്തിയോ, നിയമത്തിലൂടെ എന്നെ തോൽപ്പിച്ചോ എന്റെ കുഞ്ഞിനെ കൈക്കലാക്കി മനസ്സിജനും കുട്ടിമണിക്കും കൊടുക്കാവെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ സർ ഈ വയലോരം വീട്ടിൽ ഒരിക്കൽ കൂടി വരേണ്ടി വരും. സീതയുടെയും ജനിച്ച് 2 മാസം തികയാത്ത കുഞ്ഞിന്റെയും ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ. കുഞ്ഞിനെയും കൊന്ന് ഞാനും ചാവും. എന്റെയും കുഞ്ഞിന്റെയും ശവം ഒരു തഴപ്പായിൽ പൊതിഞ്ഞു കെട്ടി സാറിന് കൊണ്ടുപോകാം. അന്ന് സാറിന് മനസ്സിലാകും സാറ് വഹിച്ച മധ്യസ്ഥതയുടെയും കോടതി വിധിച്ച വിധിക്കും സീത കൊടുക്കുന്ന മറുപടി എന്താണെന്ന്.